അപ്പോൾ സുഹൃത്തുക്കളെ, അതാണ് സുപ്രസിദ്ധമായ സോമനാഥ ക്ഷേത്രത്തിൻ്റെ ചരിത്രം. അപ്പോൾ 1701 ഔറംഗസീബ് അവസാനമായി തകർക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. അപ്പോൾ അളവറ്റ ധനം ഉണ്ടായിരുന്ന സോമനാഥ ക്ഷേത്രം അപ്പോൾ അന്നത്തേക്ക് നിർധനമായി എന്ന് തന്നെ പറയാം. പിന്നീട് അത് പിടിച്ചു കയറി ഇന്നത്തെ രീതിയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോഴും അതിഭയങ്കരമായ തിരക്കാണ്. ഏറ്റവും വരുമാനമുള്ള ക്ഷേത്രങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു. 1701 ഔറംഗസീബ് തകർക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തതിന് ശേഷം പിന്നീട് ഇതിനെ റെനോവേഷൻ നടത്തുന്നത്, പുനരുദ്ധാരണം നടത്തുന്നത് റാണി അഹല്യാഭായി ആണ്. റാണി അഹല്യാഭായി 1783 ഇതിനെ പുനരുദ്ധാരണം ചെയ്ത് പുതിയ ഒരു സോമനാഥ ക്ഷേത്രം. സുഹൃത്തുക്കളെ, അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ സോമനാഥ ക്ഷേത്രം. ഇതിനകത്തുള്ള ശില്പഭംഗി അന്യാദൃശമാണ്. പക്ഷേ അതൊന്നും ചെന്ന് ചിത്രീകരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. വേണമെങ്കിൽ ഇവിടെ നിന്ന് കാണാവുന്ന ഒരെണ്ണം കഷ്ടിച്ച് കാണിക്കാം എന്ന് മാത്രം. അവിടെ ഗംഭീര സംഭവങ്ങളാണ്. അപ്പോൾ പുരാണ കഥാ സന്ദർഭങ്ങളൊക്കെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഹണി കളേർഡ് ടെമ്പിളാണ്. ഹണി കളേർഡ്, അതായത് തേൻ നിറമുള്ള ടെമ്പിൾ. അത് തേൻ നിറത്തിൽ നിലനിർത്തിയിരിക്കുന്നതാണ്. അല്ലാതെ ഇത് അഴുക്ക് പിടിച്ച് പോയതാണെന്ന് വിചാരിക്കേണ്ട. അതിൻ്റെ കളറ് അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇത് പുതിയതായിട്ട് ഉയർത്തിയ സോമനാഥ ക്ഷേത്രമാണ്. അത് ഉയർത്തിയത് റാണി അഹല്യാഭായി 1783. പിന്നീട് വീണ്ടും ഒരു പുനരുദ്ധാരണം വേണ്ടി വന്നു. അത് സ്വാതന്ത്ര്യത്തിന് ശേഷം സംഭവിച്ച കാര്യമാണ്. അത് സർദാർ വല്ലഭായി പട്ടേലും ഗാന്ധിജിയും ചേർന്ന് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുകയും ആ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ വളരെ ഗംഭീരമായി ഇന്ന് കാണുന്ന രീതിയിൽ സോമനാഥ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യുകയും ചെയ്തു. അതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് സോമനാഥ ക്ഷേത്രത്തിൻ്റെ ചരിത്രം. അപ്പോൾ അത് പറയാൻ കഴിഞ്ഞതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. ഇനി മനോഹരമായ ഇവിടുത്തെ ബീച്ച് പരിചയപ്പെടുത്താം. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, സോമനാഥ ക്ഷേത്രം, പിന്നീട് വളരെ വിശാലമായ ബീച്ചുണ്ട്, കടൽ തീരമുണ്ട്. അവിടെ ഇവിടെയുമെല്ലാം ഓരോരോ ക്ഷേത്ര ഗോപുരങ്ങൾ ഉയർന്ന് കാണുന്നുണ്ട്. ഈ സോമനാഥിലെ പ്രഭാസ് പഠാൻ പ്രവിശ്യ എന്ന് പറയുന്നത് വിവിധ ക്ഷേത്രങ്ങളുടെ ഒരു കേദാരമാണ് എന്ന് തന്നെ പറയാം. അനവധി ചെറുതും വലുതുമായ ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. തിര അത്രയധികം ശക്തമല്ലാത്ത ഒരു മനോഹരമായ ബീച്ചാണ്. അത് വളരെ ക്ലീനായിട്ട് സൂക്ഷിക്കുന്നു. അവിടെ വിവിധ ആക്ടിവിറ്റികൾ നടക്കുന്നു. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ എവിടെയോ ഉണ്ട്. ഞാൻ ഇത് ചിത്രീകരിക്കാൻ വേണ്ടി, വീഡിയോ ചിത്രീകരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് നടന്നതാണ്. വിവിധ ടൂറിസം ആക്ടിവിറ്റികളാൽ സമ്പന്നമായ ഒരു ബീച്ച്. ധാരാളം ഒട്ടകങ്ങളും കുതിരകളുമൊക്കെ അവിടെ കാണുന്നുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ എവിടെയൊക്കെ ഉണ്ട്. അവരിങ്ങനെ അവിടെ ഉണ്ടോ പോയോ എന്നറിയില്ല. നമ്മുടെ ജോലികളൊക്കെ കഴിയുന്നത് വരെ അവരിവിടെ നിൽക്കുമോ? ഹനുമാൻ സ്വാമി എല്ലാം വീക്ഷിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വളരെ മനോഹരമായി പരിപാലിച്ചുകൊണ്ട് കടൽ തീരമാണെങ്കിലും ശരി, പരിസര പ്രദേശങ്ങളാണെങ്കിലും ശരി, വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും സൂക്ഷിച്ചുകൊണ്ടാണ് ഗുജറാത്തിലെ നിവാസികൾ. അവരെ ആ കാര്യത്തിൽ എത്ര അഭിനന്ദിച്ചാലും മതി വരികയില്ല. സാംസ്കാരികമായി അവർ ഒരല്പം മുന്നിലാണോ എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. സമ്മതിക്കാമോ? സമ്മതിക്കാൻ നമ്മുടെ ദുരഭിമാനം നമ്മളെ സമ്മതിക്കുമോ?
പക്ഷേ എന്തു തന്നെയായാലും വസ്തുത നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അന്നേരം ഞാനും ഒരു കേരളീയനാണ് എന്നുള്ള നിലയ്ക്ക് എനിക്കും പറയാം, കേരളമാണ് മെച്ചം, കേരളം കഴിഞ്ഞേ ഉള്ളൂ എല്ലാം എന്നൊക്കെ പറയാമെങ്കിലും ഇവിടെ വന്ന് നോക്കുമ്പോൾ ചിത്രം മറ്റൊന്നാണ്. എങ്ങനെ ഒരു ബീച്ചിനെ ഒരു ടൂറിസം ആക്ടിവിറ്റിയുടെ കേന്ദ്രമാക്കി മാറ്റാം? കണ്ട പോകുന്നത് കണ്ട, എത്ര പേരുടെ ജീവിത പ്രശ്നം അതിലൂടെ പുലരുമെന്ന് നോക്കിക്കൊള്ളണം. സഞ്ചാരികൾക്ക് ആഹ്ലാദം, കൊണ്ടുപോകുന്നവർക്ക് വരുമാനം, നാട്ടുകാർക്ക് വരുമാനം, എല്ലാവരുടെയും മുഖത്ത് സന്തോഷം കളിയാടുന്നു. നമ്മുടെ സുഹൃത്തുക്കളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടുമുട്ടുകയില്ല എന്ന് വിചാരിച്ചവർ അതാ വരുന്നു സുഹൃത്തുക്കളെ. നമ്മുടെ ഗീതാ മാഡം ഉണ്ട്, പത്മാജി ഉണ്ട്, ലക്ഷ്മി മാഡം ഉണ്ട്, പത്മാജി ബേബി മാഡം ഉണ്ട്, പത്മാജി ഉണ്ട്, ഗായത്രി എനിക്കറിയാം, പറയണ്ട, എല്ലാവരെയും അറിയാം, രാജൻ പിള്ള സാറ്, പിന്നെ ഹരിദാസൻ സാറ്. ഇനി 2 ആളുകളുണ്ട്. അവരൊന്ന് വിജയൻ സാർ. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു അഭിപ്രായം പറയാതിരുന്നാൽ ഒക്കൂല. ആദ്യമായിട്ട് നമുക്ക് ചോദിക്കാനുള്ളത് ലക്ഷ്മിജിയോട്, എങ്ങനെയുണ്ട് ഈ ബീച്ചും ഈ അന്തരീക്ഷമൊക്കെ? നല്ല അന്തരീക്ഷമാണ്. കുറച്ചു നേരം ഞങ്ങൾ ഏകദേശം 1 മണിക്കൂറോളം അവിടെ നടന്ന് ഫോട്ടോ എടുത്ത് സൺസെറ്റ് ഒക്കെ കണ്ട് നമ്മളിത് കണ്ടു പഠിക്കേണ്ടതില്ലേ? ഉണ്ട്. കേരളീയര്, തമിഴ്നാട്ടുകാർ കണ്ടുപഠിക്കേണ്ടതില്ല, അവർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് സംഭവം. വളരെ മനോഹരമായി. ഞാനിങ്ങോട്ട് വന്നേ ഉള്ളൂ, എനിക്കിത് കാണണമെന്നുണ്ട്. നിങ്ങൾ മടങ്ങിയല്ലേ? ഞാനത് കുറേ അങ്ങ് പോയി. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ സോമനാഥ് ബീച്ചാണ് കാണുന്നത്. ഉണ്ടോ? സോമനാഥ് ബീച്ച്. ഇവിടെ എന്തെല്ലാം ആക്ടിവിറ്റികൾ നടക്കുന്നു എന്ന് നോക്കണം. സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. അതിമനോഹരമായ ഒരു സൂര്യാസ്തമനം പ്രതീക്ഷിക്കാം. അത് സൂര്യനാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ സുഹൃത്തുക്കളെ, അതിമനോഹരമായ ബീച്ച് അതിമനോഹരമായി പരിപാലിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ഒട്ടക സവാരി, കുതിര സവാരി, വിവിധ ആക്ടിവിറ്റികൾ നടക്കുന്നു. പിന്നെ അതിനിടയിൽ പലതരം കച്ചവടങ്ങളും കാര്യങ്ങളുമെല്ലാം പുരോഗമിക്കുന്നുണ്ട്. വെള്ളത്തിലിറങ്ങി കുളിക്കുന്നവരുണ്ട്. അങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന അതിമനോഹരമായ കാഴ്ചയുണ്ട്. ബീച്ചിൽ വിവിധ ആക്ടിവിറ്റികൾ പുരോഗമിക്കുന്നു. ഒട്ടകം വളരെ റിലാക്സ് ചെയ്ത് അയവട്ടുകയാണ്. കുതിര എല്ലാവരും ഉണ്ട്. ബീച്ച് തിരയുടെ ശക്തി താരതമ്യേന കുറവാണ് എന്ന് തോന്നുന്നു. ധാരാളം ആളുകൾ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഒട്ടകം എത്രയോ പേർക്ക് ജീവിതം അരുളുന്ന ഒരു ബീച്ചാണ്. ചെറിയ തുക 5 രൂപയേ ഉള്ളൂ ടിക്കറ്റ്. എന്നാലും അതിൻ്റെ ഒരു വരുമാനവും ഉണ്ട്.
സോമനാഥ ക്ഷേത്രം ഐശ്വര്യത്തോടെ അവിടെ വിരാജിക്കുന്നു. അതുകൊണ്ട് സൂര്യൻ മറഞ്ഞു കഴിഞ്ഞു. അസ്തമിച്ചോ എന്ന് ചോദിച്ചാൽ ആ പുലിമുട്ട് കാരണം പുലിമുട്ടിൻ്റെ അപ്പുറത്ത് അസ്തമിച്ചു. അപ്പോൾ കുറച്ചുകൂടെ ഉയരത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കാണാമായിരിക്കും കടലിൽ താഴ്ന്നു പോകുന്നത്. കുട്ടികളൊക്കെ വളരെ സന്തുഷ്ടരാണ്. ഫോട്ടോയും ഒക്കെ എടുക്കുക. ചെറിയ ചെറിയ കുട്ടികളുമൊക്കെ ഉണ്ട് ധാരാളം. വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്ന കുട്ടികൾ. ആ കൂട്ടത്തിൽ ഞാനും ഒരല്പം ഓടി എന്ന് തന്നെ പറയാം. കാരണം ക്യാമറ ഞാൻ വീണാലും വേണ്ടില്ല, ക്യാമറ പോകരുത് എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ കണ്ടെങ്കിലും അവർ പിന്നെയും വേറെ വഴിക്ക് പോയി. നമ്മുടെ ജോലി അവരുടെ സ്ഥലം കാണലുമായി യോജിച്ചു പോകാത്ത പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ഇനി അവരെ വീണ്ടും പോയി കണ്ടുപിടിക്കാം. ഐശ്വര്യത്തോടെ സഞ്ചരിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ വിവിധ ആക്ടിവിറ്റികളാണ് നമ്മുടെ ഈ ബീച്ചിൽ നടക്കുന്നത്. ഞാനിതാ ഈ കുതിരപ്പുറത്ത് സഞ്ചരിച്ചു. അക്രം ഭായ് ദിസ് ഈസ് അക്രം ഭായ്. അപ്പോൾ 100 rupees 100 രൂപ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്ക് ഒരു റൗണ്ട് അടിച്ചു. എനിക്ക് അത്ര വലിയ താല്പര്യമുള്ളത് കൊണ്ടല്ല, ഇതിനകത്തിരുന്ന് വീഡിയോ ചിത്രീകരിക്കാൻ സാധിച്ചതുമില്ല. പക്ഷേ എനിക്ക് തോന്നി ഇത് നമ്മൾ സഹകരിക്കേണ്ടതാണെന്ന്. അക്രം ഭായ്, യുവർ നെയിം? നാം അക്രം. ബ്യൂട്ടിഫുൾ നെയിം. ഓക്കെ, ഗുഡ് ബോയ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇങ്ങനെ ധാരാളം പേർ ഇവിടെ ജീവിക്കുന്നു. അവരെ നമ്മൾ മനസ്സിലാക്കുന്നു. അവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം. അങ്ങനെ ഇത് പുരോഗമിക്കട്ടെ. ഓക്കെ, ബൈ.